നാലുപേരും നാലു കെട്ടും പോരടിക്കുവാനല്ല ജീവിതം. നാലുപേരും നാലു കെട്ടും പോരടിക്കുവാനല്ല ജീവിതം. സോദരത്വമതു കാക്കുവാൻ കാത്തു നിൽപ്പവരെ ഓർക്കുക. സാധ്യമാം പണികൾ ചെയ്യുക. നാലുപേരും നാലു കെട്ടും പോരടിക്കുവാനല്ല ജീവിതം. പോരടിക്കുവാനല്ല ജീവിതം. പങ്കിടാം സ്നേഹലാളനം. സ്വന്ത ബന്ധമതു നോക്കുക. പങ്കിടാം സ്നേഹലാളനം. സ്വന്ത ബന്ധമതു നോക്കുക. ബന്ധുരാങ്കണ വേദിയിൽ സന്തതം കളിയാടുക. സന്തതം കളിയാടുക. നാലുപേരും നാലു കെട്ടും പോരടിക്കുവാനല്ല ജീവിതം. ഭേദചിന്ത വെടിഞ്ഞിടൂ. ഭാസുരത്വമണിഞ്ഞിടൂ. നാലു കെട്ടിനുള്ളിലെ നാലു പേർക്കും തുല്യമായി. നാലു പേർക്കും തുല്യമായി. നാലുപേരും നാലു കെട്ടും പോരടിക്കുവാനല്ല ജീവിതം. സോദരത്വമതു കാക്കുവാൻ കാത്തു നിൽപ്പവരെ ഓർക്കുക. സാധ്യമാം പണികൾ ചെയ്യുക. നാലുപേരും നാലു കെട്ടും പോരടിക്കുവാനല്ല ജീവിതം. അതെ, മുരളിയേട്ടൻ ഇവിടെ ഉണ്ട്. ഏട്ടനാണ് പുറത്തു പോയത്. അതാ ഏട്ടൻ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വെക്കട്ടെ, രാത്രി വിളിക്കാം. വരൂ ഏട്ടാ, ചായ തണുത്തു. പുറപ്പെട്ട രണ്ടാളും. എവിടേക്കാ രണ്ടുപേരും? രേണു നാളെ വീട്ടിൽ പോവുകയാണ് ഏട്ടാ. ഞങ്ങളൊന്ന് ദേവീക്ഷേത്രത്തിൽ തൊഴുതിട്ട് വരാം. വേഗം പോയാൽ ദീപാരാധന തൊഴുവിൻ ഓട്ടോ കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ നിർത്തി അതിൽ തന്നെ മടങ്ങിക്കോളൂ. കുറച്ച് പഴം മേടിക്കാൻ വേണ്ടി പിള്ളാച്ചൻ്റെ കട വരെ പോയി. അവിടെ കിട്ടിയില്ല. മൊയ്തീൻ്റെ കട വരെ പോകേണ്ടി വന്നു. എന്താ എല്ലാവരും ക്ഷീണിച്ച മാതിരി? പിന്നെ നിങ്ങൾ എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് പോയി മേൽ കഴുകി നാമം ചോദിച്ചു ഉടനെ വരാം. അമ്മാവ, എന്താ അമ്മായി വന്നില്ലേ? വരാൻ പറ്റിയില്ല. അവൾക്ക് തീരെ സുഖമില്ല. ഇരിക്കൂ.
എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? മരിച്ച ദിവസം ഞാനിവിടെ വന്നിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്ന് എനിക്ക് ഉടനെ പോകേണ്ടി വന്നു. ഇടയ്ക്ക് വരുവാൻ പരിപാടി ഉണ്ടായിരുന്നു, അതും നടന്നില്ല. ഡോക്ടർമാരുടെ തിരക്ക് നമ്മൾക്കറിയുന്നതല്ലേ? ശരിയാണ്, ഈയിടെ തിരക്ക് കുറച്ച് കൂടുതലാണ്. പകർച്ചപ്പനിയും മറ്റുമാണല്ലോ നാട്ടിൽ. അപ്പൊ ഈ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് പരിക്കേസ് ഉണ്ട് അല്ലേ? വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരു കുട്ടിയുടെ കേസ് വളരെ ക്രിട്ടിക്കലായിരുന്നു. ഡോക്ടർ, ഇപ്പൊ ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഈസ് അബ്സല്യൂട്ട്ലി ഫൈൻ. എനിക്ക് രേണുവിനെ കൂടെ കണ്ടിട്ട് തിരിച്ചു പോകണം. പിഷാരടിയെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. അടുത്ത മാസം 27-ാം തീയതി എറണാകുളം TDM ഹാളിലൊരു പരിപാടിയുണ്ട്. അന്ന് ബുക്കിംഗ് ഉണ്ടോ? അയ്യോ, അടുത്ത ആഴ്ച ദേ ഹാളിലൊരു ബുക്കിംഗ് ഉണ്ടല്ലോ. ബാക്കി കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം, സമയമുണ്ടല്ലോ. ആ, ആരാ ചെയ്താലിക്കോ? ഇരിക്കൂ. അല്ലപ്പാ, നമ്മള് പേർഷ്യക്ക് പോകുമ്പോ നിങ്ങളെ അമ്മയ്ക്ക് ഒരു തീരം ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എന്തിട്ടാ പറ്റീനി? അമ്മയ്ക്ക് പെട്ടെന്ന് അസുഖം കൂടി. പിന്നെന്താ മയ്യത്താവാൻ മാത്രം? അജയരെ, അമ്മ ഒരു ഡയബറ്റിക് പേഷ്യന്റും കൂടി ആയിരുന്നല്ലോ. മയ്യത്തായവരും ബീവി പറഞ്ഞപ്പോഴാണ് അപ്പ തിരിഞ്ഞിന്. അന്ന് കടയടച്ച് പേരക്കുട്ടികൾ മുഴുവൻ സമയം ഇവിടെ ഉണ്ടായിരുന്നു. അമ്മന്റെ കച്ചവടം മോശമായപ്പോ നിങ്ങളെ അമ്മ കായ് തന്ന സഹായിച്ചാണ് അമ്മ പച്ച പിടിച്ചത്. അമ്മ ഇതുപോലെ പലരെയും സഹായിക്കുമായിരുന്നു. പഠിച്ചോണ്ട് കൃപ കൊണ്ട് അമ്മ ബുദ്ധിമുട്ടില്ലാണ്ട് പോയല്ലോ. ശരി സൈതാലിക്ക, വന്നതിൽ വളരെ സന്തോഷം. ഞങ്ങൾക്ക് ഇതിന്റെ മുന്നിൽ നിന്ന് തന്നെ ഓട്ടോ കിട്ടി. ഓ, അത് നന്നായി. ഓ, നിങ്ങൾ ഇത്ര വേഗം തിരിച്ചെത്തിയോ? ആ, അമ്മ വന്നോ? വരൂ, ഇരിക്കൂ അമ്മേ. അമ്പലത്തിൽ തിരക്കില്ലായിരുന്നു, അതുകൊണ്ട് നല്ല ദർശനവും കിട്ടി. എല്ലാം അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നടന്നു. എല്ലാം ഭംഗിയായി നടന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ പുരയിടം, തൊടി, വയൽ, ഇതിനുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കണ്ടേ ചേട്ടാ? വേണം, ഉടനെ തന്നെ വേണം. ഞാനത് നിങ്ങളോട് പറയാനിരിക്കുകയായിരുന്നു. സേതുവേട്ടൻ 2 ദിവസം മുമ്പ് ഈ കാര്യം എന്നോട് പറഞ്ഞിരുന്നു. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഒരാഴ്ച ലീവ് എക്സ്റ്റെൻഡ് ചെയ്തത്. അതേതായാലും നന്നായി. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഒരു വീതം വെക്കൽ വേണ്ട, അമ്മയ്ക്കത് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി. അതുകൊണ്ടാണ് ഇത്രയും നാൾ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതിരുന്നത്. നമുക്ക് എല്ലാം കൂടി എത്ര ഏക്കർ തൊടിയും വയലും ഒക്കെ ഉണ്ട് ചേട്ടാ? കൃത്യമായി പറയാൻ കഴിയില്ല. 3.5 ഏക്കറോളം പറമ്പും 7 ഏക്കർ വയലുമുണ്ട്. അതിൽ 2.5 ഏക്കറോളം വയൽ ഇതിനു മുന്നിലും ബാക്കി 4 കിലോമീറ്റർ അകലെ കനാൽ തീരത്തുമുള്ള. ചേട്ടാ, കനാൽ തീരത്തുള്ള വയലിൽ 1 ഏക്കർ നമ്മുടെ കൃഷി നോക്കി നടത്തുന്ന കുഞ്ചനും അമ്മണിക്കും കൊടുക്കാമെന്ന് അമ്മ പറഞ്ഞിരുന്നില്ലേ? അത് മറന്നോ? ശരിയാണ് ദേവകി, നീ ഓർമ്മപ്പെടുത്തിയത് നന്നായി. ഞാനതങ്ങ് മറന്നിരുന്നു.
അതെന്തിനാ ഇത്രയും വയൽ നമ്മൾ വെറുതെ കൊടുക്കുന്നത്? ഉത്തരം ഞാൻ പറയാം. വലിയമ്മ കൃഷി നടത്തിയ കാലം അവിടെ കൃഷി ഇറക്കുമ്പോൾ വലിയമ്മ കുളി കഴിഞ്ഞ് രാവിലെ തന്നെ ഭക്ഷണപ്പൊതിയുമായി പോയി കുഞ്ചന്റെ ആ ചെറിയ വീടിന്റെ വരാന്തയിൽ ഒരു കസേലയിൽ ഇട്ടിരിക്കും. പലപ്പോഴായി ഞാനായിരുന്നു വലിയമ്മയെ കൊണ്ടാക്കിയത്. അമ്മ സ്വന്തം ആവശ്യത്തിനായി കുഞ്ചന്റെ 5 സെന്റ് സ്ഥലത്ത് ഒരു കക്കൂസ് പണിതിട്ടുണ്ട്. ഞാനാണ് അത് ഏർപ്പാട് ചെയ്തു കൊടുത്തത്. അമ്മ കിടന്നു പോയ ശേഷമാണ് അതിന്റെ താക്കോൽ അമ്മ അമ്മിണിയെ ഏൽപ്പിച്ചത്. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, അറിയണ്ടേ? വലിയമ്മ പല ഘട്ടങ്ങളിലായി ഈ വീട്ടിൽ തനിച്ചു നിൽക്കേണ്ടത് ഘട്ടം വരുമ്പോൾ ഈ കുഞ്ചനും അമ്മിണിയുമാണ് വലിയമ്മയ്ക്ക് കൂട്ടുനിന്നത്. നമ്മുടെ ഈ സ്ഥലത്തിന്റെയൊക്കെ പ്ലാൻ ഇവിടെ ഇല്ലേ? ഇല്ല, എല്ലാത്തിനും ഡോക്യുമെന്റ്. കഴിഞ്ഞ കൊല്ലം റോഡ് വികസനത്തിനായി പഞ്ചായത്തിന് വലിയമ്മ കുറച്ച് സ്ഥലം നൽകിയിരുന്നു. വയൽ എത്രയാണെങ്കിലും അതങ്ങ് വിൽക്കാം. ഞാനും ആ അഭിപ്രായക്കാരനാണ്. ഞാൻ എന്റെ ഷെയർ വെക്കില്ല. അച്ഛനും അമ്മയും തന്ന സ്വത്തല്ലേ. നീ എന്താ ഇതും കെട്ടിപ്പിടിച്ച് കൊണ്ടുപോയി ഇരിക്കാൻ പോവാണോ? അവൾ വിൽക്കുന്നില്ലെങ്കിൽ വിൽക്കണ്ട. നമസ്തേ. ആ, ചന്ദ്രനാ. ചേച്ചി, എൻ്റെ ഭാര്യയ്ക്ക് ശരീരത്തിന് സുഖം പോരാ. എന്തു പറ്റി? മെഡിക്കൽ കോളേജിൽ ഡോക്ടറുടെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. പോയിട്ടൊന്ന് ചെക്കപ്പ് ചെയ്യിപ്പിക്കണം. ഒന്നും മനസ്സിലാവുന്നില്ല ചേച്ചി. എല്ലാം ഞാൻ തിരിച്ചു വന്നിട്ട് വിശദമായിട്ട് പറയാം. പക്ഷെ ഞാൻ 1-2 ദിവസം കടയിലുണ്ടാവില്ല. അർച്ചന മാനേജ് ചെയ്തുകൊള്ളും. എന്നാലും ചേച്ചിയുടെ ഒരു നോട്ടം അവിടെ വേണം. ശരി സാർ, വരട്ടെ. ജേട്ടാ, നാളെയോ മറ്റന്നാളോ ഒരു സർവേയറെ കിട്ടാൻ വഴിയുണ്ടോ? എല്ലാം ഒന്ന് അളന്ന് തിട്ടപ്പെടുത്താമെന്ന് കരുതി. ഏട്ടന് ആരെങ്കിലും അറിയുമോ? ആളൊക്കെയുണ്ട്, പക്ഷേ പെട്ടെന്ന് വേണ്ട. നാട്ടുകാർ പറയും മക്കൾ ആ അമ്മയുടെ കണ്ണടയാൻ കാത്തിരിക്കുകയാണെന്ന്. ഈ വീടിന്റെ കാര്യം ഇതുവരെ ആരും ഒന്നും സംസാരിച്ചില്ലല്ലോ. അതെന്തു പറയാനാണ്? വീട് ദേവയ്ക്ക് കൊടുക്കാമെന്നല്ലേ ധാരണ. എന്ത് ധാരണ? വീട് ചേച്ചിക്ക്, വയൽ കുഞ്ചിന്, അങ്ങനെ നമ്മളൊന്നും തീർച്ചപ്പെടുത്തി വെച്ചിട്ടൊന്നും ഇല്ലല്ലോ. എന്റെ ഷെയർ എനിക്ക് കിട്ടണം. ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. വെറുതെ അല്ല ചേച്ചി കടയൊക്കെ തുടങ്ങിയത്. സതി, അവൾ ശേഖരേട്ടനോട് പറഞ്ഞ് ഈ വീട് നന്നാക്കാൻ ഒത്തിരി ചിലവാക്കിയില്ലേ? നല്ല 2 ബെഡ്റൂം, ബാത്ത് അറ്റാച്ച്, നല്ലൊരു അടുക്കള. അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ ഇവിടെ വന്നാൽ സുഖമായി കിടന്നുറങ്ങാൻ പറ്റുന്നത്. അതിന് ഇവിടെയുള്ള അനുഭവങ്ങളൊക്കെ അപ്പോൾ എടുക്കുന്നില്ലേ? അമ്മയാണ് ഇതൊക്കെ നോക്കി നടത്തിയിരുന്നത്. അമ്മയുടെ ആരോഗ്യം മോശമായ ശേഷം ആരെങ്കിലും നോക്കണ്ടേ എന്ന് കരുതി 2 വർഷമായി ജയന്റെ സഹായത്തോടു കൂടി ഞാനാണ് നോക്കി നടത്തിയിരുന്നത്. അതിന്റെ പങ്ക് നിങ്ങൾക്കും തരുന്നുണ്ടല്ലോ. ഓ, അതാണിപ്പോ വലിയ കാര്യം. നിങ്ങൾക്കത് കാര്യമല്ലായിരിക്കാം, എങ്കിൽ എനിക്കത് കാര്യമായിരുന്നു. അന്നു മുതൽ ലാഭത്തിന്റെ വീതം നിങ്ങൾ 2 പേർക്കും ക്രോസ് ചെക്കായി അയച്ചു തന്നിട്ടുമുണ്ട്. നിങ്ങളത് കൈപ്പറ്റിയിട്ടുമുണ്ട്. നീ പറഞ്ഞ കടയുടെ കാര്യം സേതുവേട്ടനേക്കാളും എൻ്റെ ഇടപെടലാണ് കൂടുതൽ. ശേഖരേട്ടൻ റിട്ടയർ ചെയ്ത ശേഷം വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന് എന്നോട് പല പ്രാവശ്യം പറഞ്ഞല്ലോ. അവസാനം ഒരു കട തുടങ്ങാമെന്ന് കുറേ സമയം അവിടെ ചെലവാക്കാമല്ലോ എന്ന് കരുതിയാണ് എൻ്റെ നിർദ്ദേശത്തോട് യോജിച്ച് ഒരു തുണിക്കട തുടങ്ങിയത്. മൂപ്പരുടെ നല്ല മനസ്സുകൊണ്ടല്ലേ ഇന്നത് നന്നായി നടക്കുന്നത്. ശരി, കണക്കൊക്കെ കണ്ടോളൂ. രണ്ടു പേർക്കും തുറന്നു പരിശോധിക്കാം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ദേവിയുടെ കല്യാണം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞതും അമ്മ മാനസികമായി തളർന്നുപോയി. അന്ന്
എനിക്ക് പോസ്റ്റിംഗ് ഹൈദരാബാദിലായിരുന്നു. ഞാൻ ലീവ് എടുത്ത് വന്ന് അമ്മയുടെ കൂടെ നിന്നു. എത്ര നിർബന്ധിച്ചിട്ടും അമ്മ എൻ്റെ കൂടെ വരാൻ തയ്യാറല്ലായിരുന്നു. ഭാഗ്യത്തിന് ജയൻ ലീവിൽ വന്ന സമയമായിരുന്നു. ഞങ്ങൾ എത്ര ആലോചിച്ചിട്ടും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. ഞാൻ സേതുവിനോടുകൂടി പറയാതെ പിറ്റേ ദിവസം ആലുവയ്ക്ക് വണ്ടി കയറി. ശേഖരേട്ടനെ പോയി കണ്ടു. ദേവിക വരുത്തി അന്നത്തെ സ്ഥിതിഗതികൾ പൂർണ്ണരൂപം നൽകി. ഒന്നും ശരിയായില്ലെങ്കിൽ സേതു IB ജോലി വിട്ട് നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ശേഖരേട്ടൻ പറഞ്ഞു, ധൃതി പിടിച്ച് ഒരു കാര്യവും പെട്ടെന്ന് ചെയ്യരുത്. ഈ വാർത്ത സേതുവിനെ അറിയിച്ചു. ഇന്ന് രാവിലെ ശേഖരേട്ടൻ വിളിച്ചിരുന്ന കാര്യം പറഞ്ഞു. അമ്മയെ അവരുടെ കൂടെ ആലുവായിൽ നിർത്തണമെന്ന ഒരപേക്ഷയായിരുന്നു ചുരുക്കം. പിന്നീട് പലപ്പോഴായി ഞങ്ങൾ രണ്ടുപേരും സേതുവേട്ടനെ പോയി കണ്ടിരുന്നു. വീണ്ടും വീണ്ടും അപേക്ഷിച്ചു. ശേഖരേട്ടനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടുവാനും തിരിച്ചു കൊണ്ടുവരാനും ഓട്ടോ സേതുവേട്ടൻ ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും പാവം ശേഖരേട്ടൻ അവസാനം സമ്മതിച്ചു. ക്വാർട്ടേഴ്സ് വിട്ടുകൊടുത്ത് താമസം ഇങ്ങോട്ട് മാറ്റിയതല്ലേ. ശേഖരേട്ടന് അന്ന് സമ്മതിച്ചില്ലെങ്കിലുള്ള സ്ഥിതി നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിരുന്നോ? മൂത്ത മകനായിപ്പോയില്ലേ. സേതുവേട്ടൻ മുമ്പൊരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു, സതിക്ക് സ്വന്തമായി ബാംഗ്ലൂരിൽ വില്ലയും ചെന്നൈയിൽ ഫ്ലാറ്റും, മുരളിക്കാണെങ്കിൽ മുംബൈയിൽ കണ്ണായ സ്ഥലത്ത് 3 ബെഡ്റൂമുകളുള്ള ഫ്ലാറ്റും ഉള്ള സ്ഥിതിക്ക് നിങ്ങളാരും ഈ വീടിന് ഒരു അവകാശവാദം ഉന്നയിക്കുമെന്ന് സ്വപ്നത്തിൽ കരുതിയില്ല. വണക്കം സേതുവേട്ടാ. വണക്കം ജയേട്ടാ. സാമിയോ എവിടെയായിരുന്നു? വെൽക്കം. ഞാൻ ചെന്നൈയിൽ 2 മാസം ട്രെയിനിങ് പോയിരുന്നായിരുന്നു. ഓ, ഈ പ്രായത്തിലും ട്രെയിനിങ്ങോ സാമി? എങ്ങനെയുണ്ട് സാമി ബാങ്കിലെ ജോലിയൊക്കെ? തിരക്കാണോ? വണക്കം ബിഗ് ബോസ്. சாமி കേട്ടേ നിങ്ങൾ ഫോണിൽ സംസാരിക്കരുത്. கேட்டு பாருங்க. எப்படியாவது ஒரு வேலை கழிச்சு கூட்டுறோம். ரொம்ப கஷ்டமாங்க. அம்மா மகாபாகியவதி കഷ്ടപ്പെടാകെ പോയിട്ടാ. ഓക്കെ വരേ. വീടിന്റെ കാര്യം ചേട്ടൻ പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കാം. ഈ സ്ഥലത്തിന്റെ പ്രാധാന്യവും മറ്റും കണക്കാക്കി ഒരു 20 ലക്ഷം രൂപ. പ്രിയമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. സമ്മതിച്ചു. ന്യായവില. അതിൽ അമ്മയുടെ ഷെയറിന്റെ വിലയായ 5 ലക്ഷം രൂപയും വീട് മോടി പിടിപ്പിക്കാൻ അച്ഛൻ ചിലവാക്കിയ 4 ലക്ഷം രൂപയും അടക്കം 9 ലക്ഷം രൂപ തന്നാൽ മതി. അമ്മയ്ക്ക് വീട് വേണ്ട. അമ്മയെ ഞങ്ങൾ കൂടെ കൂട്ടുകയാണ്. അതിപ്പോ എന്താ അവൻ പറഞ്ഞത് ശരിയല്ലെന്നുണ്ടോ? ആണെങ്കിൽ ഇതുവരെ താമസിച്ചതിന് ഒരു വാടക കണക്കാക്കണം. ശേഖരേട്ടന് സർക്കാർ വീട്ടുവാടക കൊടുത്തതാണല്ലോ. അങ്ങനെ മുരളിമാമൻ പറയുവാണെങ്കിൽ അമ്മൂമ്മയെ നോക്കിയ ഹോം നേഴ്സ് ഡേസിക്ക് കൊടുത്ത മാസത്തുക എത്രയാണോ അത് അമ്മൂമ്മയെ നോക്കിയതിന് അമ്മയ്ക്കും കിട്ടണം. അത് പിന്നെ ചേച്ചി ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ അമ്മ ഞങ്ങൾ നോക്കില്ലേ? നോക്കും നന്നായി നോക്കും. അമ്മ മരിച്ചുപോയല്ലോ, ഇനി എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാമല്ലോ. അന്ന് സേതുവട്ടം പറഞ്ഞ പ്രകാരം നിന്നെ 2 പ്രാവശ്യം ഫോണിൽ വിളിച്ച് സംസാരിച്ചില്ലേ? ഡെയ്സി ലീവിൽ പോവുകയാണ്, വല്യമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ, ദേവിക്ക് എല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്ന്. അതിന് നിന്റെ മറുപടി നിനക്ക് ഓർമ്മയുണ്ടോ? കുട്ടികൾക്ക് സ്കൂളുള്ളതുകൊണ്ട് അവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല. ആരെയെങ്കിലും ജയേട്ടൻ ഏർപ്പാട് ചെയ്യൂ, അവർക്കുള്ള ശമ്പളം നീ കൊടുത്തോളാമെന്ന് പറഞ്ഞില്ലേ? പ്രകാശിന്റെ അമ്മയില്ലേ നിങ്ങളുടെ കൂടെ? വർഷത്തിൽ 1-2 പ്രാവശ്യം 2 പേരും ഊര് ചുറ്റാൻ പോകുമ്പോൾ ആ അമ്മയല്ലേ കുട്ടികൾക്ക് കൂട്ട്? സതി, നീ ഇവിടുന്ന് പോയ കുട്ടിയല്ലേ? ഇവിടെ ആളെ കിട്ടാനുള്ള വിഷമം നിനക്കറിയില്ലേ? ഇതാ മറ്റൊരാൾ. കഴിഞ്ഞ വർഷം കുടുംബസമേതം ഊട്ടി, കൊടൈക്കനാൽ എന്നീ കേന്ദ്രങ്ങളിൽ
സുഖവാസത്തിന് വന്ന് തിരിച്ചു പോകുമ്പോഴെങ്കിലും അമ്മയെ ഒന്ന് കാണാമായിരുന്നില്ലേ? അത് ചേട്ടാ, എൻ്റെ കൂടെ എന്നില്ല. എല്ലാ വിവരവും പുരുഷ പറഞ്ഞറിഞ്ഞു. 25 വർഷം മുമ്പ് അച്ഛൻ ആലുവയ്ക്കടുത്തുള്ള അച്ഛൻ്റെ സ്ഥലത്ത് ഒരു വീട് വെക്കാൻ പ്ലാനുമായി വന്നതാണ്. ഈ അമ്മയാണ് അത് മുടക്കിയത്. ഇവിടെ ഒരു വീടുള്ളപ്പോൾ അവിടെ എന്തിനാണ് ഒരു വീട്? അതായിരുന്നു അമ്മയുടെ അച്ഛനോടുള്ള ചോദ്യം. അച്ഛൻ അതിന് അമ്മയുടെ ഒരു താക്കീത് എന്ന നിലയിൽ അണ്ടിയോടടുക്കുമ്പോൾ അറിയാം ദേവകി മാങ്ങയുടെ പുളിപ്പ്. പാവം അമ്മയ്ക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ പോയി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അടുത്ത ആഴ്ച ഗണേശനും വീണയും പോകുമ്പോൾ ഞാനും അവരുടെ കൂടെ പോവുകയാണ്. വീട് ആര് വേണമെങ്കിലും എടുത്തോട്ടെ, ഇനി ഒരു ചർച്ച വേണ്ട. എനിക്കതിൽ താല്പര്യവുമില്ല. അമ്മയെ നോക്കാൻ നിനക്ക് ഒറ്റയ്ക്ക് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെ ഇവിടെ കടിച്ചു പിടിച്ചു നിന്നത്. സേതുവേട്ടൻ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പറയുകയുണ്ടായിരുന്നു, മകന്റെ പരീക്ഷ നടക്കുകയാണ്. ആ സമയത്ത് അവനെയോ അവന്റെ അമ്മയെയോ ഒന്ന് സഹായിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന്. അവൻ ഹയർ സ്റ്റഡീസിന് ജർമ്മനിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടെന്നും പറഞ്ഞു. അവൻ പോകുന്നതിന് മുമ്പ് കുറച്ചു നാൾ അവൻ്റെ കൂടെ കഴിയണം. അവൻ പോയാൽ പിന്നെ എപ്പോഴാണോ വരിക? എനിക്കൊരു അവകാശവും വേണ്ട. നിങ്ങൾ ആരും ഇവിടുന്ന് പോകാതിരുന്നാ മതി. ഈ വീട് അന്യാധിപെട്ടു പോകും. ചേട്ടാ, ചേട്ടനോട് പറയൂ, ഇവിടെ നടന്ന ചർച്ചയൊക്കെ അങ്ങ് മറന്നേക്കാൻ. വീട് ചേച്ചിക്ക് കൊടുക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. ഇത്രയും കേട്ട സ്ഥിതിക്ക് അമ്മയെ ഇവിടെ നിർത്തുന്നതിൽ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. മുമ്പ് പല സന്ദർഭങ്ങളിലും അമ്മയുടെ സാന്നിധ്യം എനിക്കും വീണയ്ക്കും അനിവാര്യമായിരുന്നു. അമ്മൂമ്മയെയും വലിയമാമയെയും ഓർത്ത് ഞങ്ങൾ അതിന് തുനിഞ്ഞില്ല. അവർ രണ്ടുപേരും സമ്മതിച്ചില്ലേ? പിന്നെ എന്താ പ്രശ്നം? സംഗതി ഇത്രയും വഷളായ സ്ഥിതിക്ക് ഇനി ഒരു ഔദാര്യം പറ്റി അമ്മയെ ഇവിടെ നിർത്തുന്ന പ്രശ്നമേയില്ല. അത്താഴം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വന്നാൽ തരക്കേടില്ല. ഒരു സംഭവം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആലോചിച്ച് നോക്കുമ്പോൾ വളരെ മനപ്രയാസമുണ്ട്. നാളെ ഏതായാലും മുരളിയുടെ വീട്ടിലാണല്ലോ ഭക്ഷണം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് എപ്പോൾ വന്നു? ഞാൻ രാവിലെ എത്തിയതാണ്. വഴിക്ക് നമ്മുടെ കുറച്ച് നാട്ടുകാരെ കണ്ടിരുന്നു. വീട്ടിൽ ചെന്ന് ഒന്ന് ഫ്രഷായി വരിക. അകത്തോട്ട് പോയിക്കോളൂ, ഏട്ടൻ എവിടെയുണ്ട്. സേതുവേട്ടാ, നമസ്കാരം. ഇരിക്കൂ. സേതുവേട്ടാ, അമ്മയുടെ സംസ്കാര ചടങ്ങിന് എത്താൻ കഴിഞ്ഞില്ല. സോറി. ഞാൻ അന്ന് തന്നെ വിവരം അറിഞ്ഞിരുന്നു. 2 ദിവസം കൂടിയുള്ള നിയമസഭാ സമ്മേളനം കഴിഞ്ഞിട്ട് ഇവിടെ എത്താമല്ലോ എന്ന് കരുതി. താങ്കൾ വന്നില്ലേ, അത് തന്നെ ധാരാളം. ഓ, അതാണല്ലേ ടി വിയിൽ ബഹളമൊന്നും കാണാത്തത്. അമ്മ ഈ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു ഐശ്വര്യം തന്നെയായിരുന്നു. അമ്മയുടെ വിയോഗം എല്ലാവർക്കും ഒരു തീരാ നഷ്ടം തന്നെയാണ്. അമ്മയ്ക്ക് നല്ലൊരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടായിരുന്നു. ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരത്തിന് പോകുന്നുള്ളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. എൻ്റെ സഹായം എന്നും ഉണ്ടാവും. ശരി സേതുവേട്ടാ, എന്നാൽ ഞാൻ പോയി വരട്ടെ.
ആ പപ്പനോ? സേതുവേട്ട നമസ്കാരം. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഇരിക്കൂ. അപ്പോൾ റിട്ടയർ ചെയ്തിട്ടും ഊർജറ്റിൽ പരിപാടി നടത്തിയിട്ടില്ല അല്ലേ? എന്ത് ചെയ്യാ, ഒരു കേസിന്റെ സാക്ഷിയായിട്ട് ഞാൻ കാസർഗോഡ് പോയിരിക്കുകയായിരുന്നു. ഹായ് പപ്പ. പപ്പ കണ്ടതിൽ സന്തോഷം. ഏട്ടാ, ഞങ്ങൾ കോളേജ് മേറ്റ്സും കോളേജ് വോളിബോൾ ടീം പ്ലേയേഴ്സുമായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. ഹായ് പപ്പൻ. ഓ, ജയനൂർ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നു. ഒന്ന് വീട് വരെ പോയതാണ്. കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ശരി സേതുവേട്ട, ഞാൻ ഇറങ്ങട്ടെ. ഇരിക്കുന്നേ, എന്താ അത്ര തിരക്ക്? എല്ലാ തോട്ടങ്ങളുടെയും വിളവ് വളരെ മോശമാണ്. ഇപ്രാവശ്യത്തെ കാലാവസ്ഥയും മോശമാണല്ലോ. ഇതിന്റെ കൂടെ വീട്ടിലത്തെ കാര്യം കൂടെ ആലോചിക്കുമ്പോൾ ഒരു മനസ്സമാധാനമാണ്. ഒന്നും ആവില്ല. ദൈവം അതിനൊരു വഴി കണ്ടിട്ടുണ്ടാവും. ഏട്ടാ, ഇപ്രാവശ്യം പഞ്ചയും വളരെ മോശമാണല്ലേ? അതല്ല ചെയ്യാ എൻ്റെ ഇപ്പോഴത്തെ പോയി. നമ്മളെ കുടുംബവും ഇതുപോലെ ആയി പോകുമോ? അതൊക്കെ ശരിയാവും ചേട്ടാ. സോദരർ തമ്മിലെ പോരൊരു പോരല്ല, സ്നേഹത്തണലിലവർ വരുമ്പോൾ. അമ്മ തന്നമ്മിഞ്ഞ പാലു നുകർന്നവർ ഒന്നിക്കുമെങ്കിലതാണു ഭാഗ്യം. നാലുകെട്ടിൽ പുണർന്നൊന്നിച്ചുറങ്ങിയോർ നാലാൾക്കും പങ്കിടാനുണ്ടു സ്നേഹം. അല്ലലില്ലാത്തവരൊന്നിച്ചു കൂടവേ തല്ലിപ്പിരിയുവാനല്ല മോഹം. അമ്മയ്ക്കും അച്ഛനും ആശ്വാസമാകുവാൻ പങ്കിട്ടു സ്നേഹമനുഭവിക്കാൻ. ഒന്നിക്ക നിങ്ങളെൻ മക്കളെ നാളെയും വന്നിത്തണലിലിരുന്നു പോകൂ. ഒന്നിക്ക നിങ്ങളെൻ മക്കളെ നാളെയും വന്നിത്തണലിലിരുന്നു പോകൂ. വന്നിത്തണലിലിരുന്നു പോകൂ. സതി, ഇന്നലെ ഞാൻ ചന്ദ്രൻ്റെ കടയിലുള്ളപ്പോൾ 2 അപരിചിതർ അവിടെ കയറി വന്നു. അവർ ചന്ദ്രനോട് അമ്മ മരിച്ച വിവരവും നമ്മൾ വീടും പറമ്പും വിറ്റ് പോവുകയാണെന്നും അന്വേഷിക്കുന്നത് കേട്ടു. എനിക്കറിയില്ല എന്ന് പറഞ്ഞ ചന്ദ്രനോട് അവർക്കിവിടെ ഒരു കോംപ്ലക്സ് കെട്ടാൻ സ്ഥലം അന്വേഷിക്കുകയാണെന്നും പറഞ്ഞു. അവരുടെ ഫോൺ നമ്പർ കൈമാറുന്നതും കണ്ടു. ആകെ പേടിയൊന്നും മുരളിയേട്ടാ. കണ്ണൂക്കിന് വന്ന ചിലർ എന്നോട് ഇതേപ്പറ്റി ചോദിച്ചിരുന്നു. എന്തു തന്നെ ആയാലും നമുക്കെന്നും താങ്ങും തണലുമായിരുന്ന നമ്മുടെ വീട് നമ്മൾ മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. ഹായ് വല്ലിച്ച. യാത്രയൊക്കെ സുഖമായിരുന്നോ മോനെ? ദുബായ് ഫെസ്റ്റൊക്കെ നന്നായി കണ്ടോ നീ? എല്ലാം വളരെ ഭംഗിയായിരുന്നു വല്ലിച്ച. ഹായ് അച്ഛാ. ഹായ് മോനെ. ഹൗ വാസ് യുവർ ട്രിപ്പ്? ഇറ്റ് വാസ് ഗുഡ് അച്ഛാ. ഐ ഗോട്ട് 2 more orders also. പോയി മോനെ. അറിയാം അച്ഛാ, ഇതൊരു പാക്കേജ് ടൂർ ആയതുകൊണ്ട് എനിക്ക് നിർത്തി പോരാൻ പറ്റിയില്ല. പോകുന്നതിന് മുമ്പ് വലിയമ്മയെ വന്ന് കണ്ടിരുന്നല്ലോ. മോനെ, നീ വേഗം അകത്തുപോയി അമ്മയെ ഒന്ന് കാണൂ. നീ എത്താത്തതിൽ അവൾ വിഷമിച്ച് നടക്കുകയാണ്. നമസ്കാരം സാർ. എന്താ കുഞ്ച,
ഇത്ര വൈകിപ്പോയത്? വൈകിട്ടൊരു പണിയുണ്ടായിരുന്നു സർ. നാളെ കൃഷി ഇറക്കണം, അത് പറയാനാ വന്നത്. മുമ്പൊക്കെ ആ സമയത്ത് അമ്മ അവിടെ ഉണ്ടായിരിക്കും. കഴിഞ്ഞ 2 വർഷമായി സാറാണല്ലോ ഉണ്ടായിരുന്നത്. മുരളി, സതി, കുഞ്ചൻ പറഞ്ഞു കേട്ടില്ലേ? ഇനി നിങ്ങൾ വേണം ഇതൊക്കെ നോക്കാൻ. എനിക്കിനി പോകാൻ പറ്റിയെന്ന് വരില്ല. അയ്യോ ചേട്ടാ, എന്നെ കൊണ്ട് വയ്യ. ഇത്രയും ലീവ് സംഘടിപ്പിക്കാൻ ഞങ്ങൾ പെട്ട പാട് ഞങ്ങൾക്കേ അറിയൂ. എനിക്ക് എത്രയും പെട്ടെന്ന് പോയി ജോയിൻ ചെയ്യണം. എനിക്കും വയ്യ ചേട്ടാ. കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോൾ മുള്ളിമേ നിൽക്കുന്ന മാതിരിയാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും അവരവരുടെ കാര്യം. കുഞ്ച, സംഗതി നടക്കട്ടെ. പറ്റിയാൽ ആരെങ്കിലും വരും. ചെറിയ ആളെങ്കിലും അയക്കണം. നോക്കാം. കുഞ്ചൻ അങ്ങോട്ട് ചെല്ലൂ, ഭക്ഷണം കഴിച്ചു പോയാൽ മതി. എല്ലാവർക്കും സുഖമല്ലേ? സേതുവേട്ട എവിടെ? സേതുവേട്ട ക്ഷീണിച്ചിട്ട് അകത്ത് കിടക്കുന്നുണ്ടല്ലോ. പോയി കണ്ടിട്ട് വരാം കേട്ടോ. സേതുവേട്ടേ, സേതുവേട്ടേ, ഞാൻ കണ്ടമുത്തനാണേ. ഇന്ന് ചടങ്ങിനൊന്നും എത്താൻ പറ്റിയില്ല, അതുകൊണ്ടൊന്ന് വന്നിട്ട് പോവാന്ന് പറഞ്ഞ് വന്നതാണേ. അന്നതുപോലെ പുറപ്പെട്ട് വരാൻ നിൽക്കുമ്പോഴേക്കും കിണ്ടിമുക്കിൽ എൻ്റെ വലിയപ്പൻ്റെ ചക്കൻ പൊടുന്നതിന് ബോധം കെട്ട് വീണിട്ട് ചത്തു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഭയങ്കര മഴയും ചളിയും, അതിലൊക്കെ ചളിപിളിയിൽ ചവിട്ടിയിട്ട് ഒരു ചീരാപ്പും കൊരയും പിടിച്ചിട്ട് ആകെ ചീരഴിഞ്ഞു ചെയ്തോട്ട. മക്കളൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടല്ലേ? അമ്മൻ്റെ മുഖറാണ് ഓർമ്മ വരുന്നത്. അപ്പം കണ്ടാലും ചോദിക്കും, കണ്ടമുത്ത നീ എന്താണ് നൊങ്കവും ചീരാങ്കണ്ണി ഒന്നും കൊണ്ടുവരുന്നില്ലേ ഇപ്പോൾ? ഭയങ്കര സങ്കടം തോന്നുന്നു. എന്തായാലും അധികം കിടക്കാണ്ട് പോയില്ലേ ചെയ്തോട്ട, അതേ ഒരു ഭാഗ്യമല്ലേ. എല്ലാം ചെടുക്കനായിരുന്നു അല്ലേ. എന്തായാലും മക്കളൊക്കെ വന്ന് കണ്ടിട്ട് പോയതിൽ വളരെ സന്തോഷം. ഞാനും തിരക്കിൻ്റെ ഇടയിൽ വന്നിട്ട് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോളേ. കൂലി കൊടുക്കാൻ സമയമായേ, കണ്ടത്തിൽ കന്നുകൂട്ടുണ്ട്. ഇപ്പം പോയിട്ട് ഞാൻ പിന്നെ സമാധാനത്തോടെ വരാം കേട്ടോളേ. ദേവകി, ഇന്നലത്തെ സംസാരം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. ശരിക്കും ഉറങ്ങാൻ പോലും പറ്റിയില്ല. നമ്മളുടെ പ്രയത്നങ്ങളും അധ്വാനത്തെയും അവർ സംശയിച്ചുവല്ലോ. എന്ത് പറയാൻ. വിഷമിക്കേണ്ട ചേട്ടാ, കുട്ടികൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അവരെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നമ്മുടെ ഈ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകുമോ എന്നാണ് എൻ്റെ ഭയം. ദേവകി, നമുക്കിനി തറവാട്ടിലേക്ക് നടക്കാം. ജേട്ടാ, ഈ ഇടയ്ക്കല്ലേ പ്രകാശേട്ടൻ്റെ അമ്മ മരിച്ചത്? അതിൻ്റെ ചടങ്ങ് കഴിയും മുമ്പേ അവർ 5 പേരും കൂടെ ആ സ്വത്തിനെല്ലാം ഒരു ഉടമ്പടി ഉണ്ടാക്കി. പ്രകാശേട്ടൻ വിളിക്കുമ്പോഴെല്ലാം എന്നെ ഈ കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രകാശ് വിളിച്ച കാര്യം സതി എന്നോട് പറഞ്ഞിരുന്നു. ലാൻഡ് ബ്രോക്കേഴ്സിന്റെ ശല്യമൊന്ന് അടങ്ങട്ടെ, എന്നിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കാമെന്നാണ് സേതോട്ട എന്നോട് പറഞ്ഞത്. ഇപ്പം ഒന്നും ചെയ്യണ്ട, എല്ലാം ഇതുവരെ നടന്നതുപോലെ കുറച്ചു കാലം കൂടി പോകട്ടെ. ചേച്ചി, ചേട്ടനും കൂടി കേൾക്കാൻ പറയുക. ഇതുവരെ ഇവിടെ നടന്നതെല്ലാം മറന്നേക്കണം. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്ന് മുതൽ ചേച്ചിയെ നമ്മൾ കാണുന്നത് അമ്മയുടെ സ്ഥാനത്താണ്.
ഇനി ചേച്ചി വേണം ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ. നിങ്ങൾ 3 പിള്ളേഴ്സ് എനിക്ക് ചുറ്റുമുണ്ടെങ്കിൽ ധൈര്യമായി ഞാൻ ഇത് നടത്തിക്കൊണ്ടുപോകും. അതിനുള്ള ട്രെയിനിങ് അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. 3 അല്ല 2 ചെറിയ പിള്ളേർ കൂടിയുണ്ട്. നമ്മുടെ ഈ പരിപാവനമായ തറവാട്ടിലാണ് അച്ഛനും അമ്മയും അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഈ വീടും പുരയിടവും വെറും ഭൂമിയും കെട്ടിടവും മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ അടിത്തറ കൂടിയാണ്. സതി, മുരളി, നമ്മളെ കുട്ടിക്കാലം നിങ്ങൾ മറന്നുപോയോ? ഓണവും വിഷുവും തിരുവാതിരയുമൊക്കെ ഈ തറവാട്ടിൻ്റെ മുറ്റത്താണ് നമ്മൾ ആഘോഷിച്ചിരുന്നത്. നമ്മൾക്ക് രക്തബന്ധവും കുടുംബ ഐക്യവുമല്ലേ വലുത്. നമ്മൾ ഏതായാലും കുടുംബ മഹിമ നിലനിർത്തി. ഇതിങ്ങനെ മംഗളകരമായി പര്യവസാനിച്ചതിൽ എല്ലാവർക്കും സന്തോഷിക്കാം. ഗണേശ, വീണയുടെ വീണ അടുക്കളയിലാണ്. ദേവകി, ഈ സന്തോഷം നമ്മൾക്ക് ആഘോഷിക്കണ്ടേ? പിഷാരടിയോട് ഒരു സ്പെഷ്യൽ പായസം കൂടി ഉണ്ടാക്കാൻ പറയും. ശരി, നമുക്കെല്ലാം ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആശ്വാസമാകുവാൻ ഏതായാലും പിഷാരടി, നമുക്ക് ഒരു പായസം കുടിച്ച് ആഘോഷിക്കാം. എവിടെ പിഷാരടി? നിങ്ങളെൻ മക്കളെ നാളെയും വന്നിത്തണലിലിരുന്നു പോകൂ. ഒന്നിക്ക നിങ്ങളെൻ മക്കളെ നാളെയും വന്നിത്തണലിലിരുന്നു പോകൂ. വന്നിത്തണലിലിരുന്നു പോകൂ.